വനിതാ സമ്മേളനങ്ങൾ പോലും പുരുഷന്മാരാണ് നടത്തുന്നതെന്ന വിമർശനം തമാശയായി പണ്ട് മുതലേ കേൾക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. സ്ത്രീ പ്രാതിനിധ്യം സംബന്ധിച്ച് CPIM അടക്കമുള്ള പാർട്ടികളും പുരോഗമന സംഘടനകളും നിരന്തരം മുസ്ലിം ലീഗിനെ കുത്തിനോവിച്ചിരുന്നു ഇത് പറഞ്ഞ്. എന്നാൽ വനിതകളെ ദേശീയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ചരിത്രം തിരുത്തിയിരിക്കുകയാണ് ഇക്കുറി ലീഗ്. ചെന്നൈയിൽ ചേർന്ന ദേശീയ കൗൺസിലിലാണ് ഈ ചരിത്ര തീരുമാനം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഫാത്തിമ മുസഫറിനെയും കേരളത്തിൽ നിന്നുള്ള ജയന്തി രാജനെയുമാണ് ദേശീയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. തെരഞ്ഞെടുക്കപ്പെട്ട 2 വനിതകളും മികച്ച പ്രവർത്തനം നടത്തുന്നവരുമാണ്. ചെന്നൈ കോർപ്പറേഷനിൽ കോണി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ആദ്യ വനിതയാണ് ഫാത്തിമ മുസഫർ. ദളിത് ലീഗിന്റെ വനിതാ വിഭാഗം പ്രസിഡന്റും പനമരം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമാണ് ജയന്തി രാജൻ. സ്ത്രീകൾക്കെതിരെ കടുത്ത വിവേചനമാണെന്നും പാർട്ടിയിലേക്ക് കടന്നുവരുന്ന സ്ത്രീകളെ പാർട്ടി പരിഗണിക്കുന്നില്ല എന്നുമുള്ള വിമർശനവും ശക്തമായിരുന്നു. ഇതിനിടെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനമെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം രാഷ്ട്രീയകാര്യ സമിതി ചെയർമാനായി സാദിഖ് അലി തങ്ങളും ജനറൽ സെക്രട്ടറിയായി PK കുഞ്ഞാലിക്കുട്ടിയും പ്രസിഡന്റായി പ്രൊഫസർ KM ഖാദർ മൊയ്തീനും തുടരും. കണ്ടുവരാം മുസ്ലിം ലീഗിലെ ചരിത്രപരമായ വനിതാ പ്രാതിനിധ്യം RDX റാപ്പിലൂടെ. മുസ്ലിം ലീഗിന്റെ 77 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ദേശീയ കമ്മിറ്റിയിലേക്ക് വനിതകൾ എത്തുന്നത്. മുസ്ലിം ലീഗിന്റെ ദേശീയ നേതൃനിരയിലെ വനിതാ മുഖമായിരുന്നു ഫാത്തിമ മുസഫർ. ചെന്നൈ കോർപ്പറേഷനിൽ കോണി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ആദ്യ വനിത എന്ന ഖ്യാതിയും ഫാത്തിമ മുസഫറിനുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു ജയന്തി രാജന്റെ ദേശീയ കമ്മിറ്റിയിലേക്കുള്ള വരവ്. കേരളത്തിൽ ദളിത് ലീഗിന്റെ വനിതാ വിഭാഗം പ്രസിഡന്റും വനിതാ ലീഗിന്റെ ദേശീയ സെക്രട്ടറിയുമാണ് ജയന്തി രാജൻ. ഇരുവരെയും ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായാണ് തെരഞ്ഞെടുത്തത്. നിലവിലെ ഭാരവാഹികളായ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി ET മുഹമ്മദ് ബഷീറും ട്രഷററായി PV അബ്ദുൽ വഹാബ് MPയും തുടരും. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി ശിഹാബ് തങ്ങളും രാജ്യസഭാ MP ഹാരിസ് ബീരാനും ദേശീയ സെക്രട്ടറിമാരായി. യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ ഭാരവാഹിയായിരുന്ന ഫൈസൽ ബാബുവും ദേശീയ കമ്മിറ്റിയിലെത്തി. 28 അംഗ ഭാരവാഹികളെയാണ് ദേശീയ കൗൺസിൽ യോഗം പ്രഖ്യാപിച്ചത്. അടുത്ത ദിവസങ്ങളിൽ ദേശീയ എക്സിക്യൂട്ടീവിനെ പ്രഖ്യാപിക്കും. 16 സംസ്ഥാനങ്ങളിൽ നിന്നായി 500-ലധികം പ്രതിനിധികളാണ് ചെന്നൈ അബു പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ദേശീയ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത്. RDX റാപ്പ് ന്യൂസ് മലയാളം. നോക്കാം ആരാണ് ഫാത്തിമ മുസഫർ. ചെന്നൈ കോർപ്പറേഷനിൽ എഗ്മോറിൽ നിന്നുള്ള കൗൺസിലറാണ്. ചെന്നൈയിൽ ഒരു വനിതാ കോണി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചത് ചരിത്രത്തിലാദ്യമായാണ്. ഫാത്തിമ മുസഫറിന്റെ പിതാവ് അബ്ദുൾ സമദ് മുൻ പാർലമെന്റ് അംഗമായിരുന്നു. 2021 ഫാത്തിമയെ ദേശീയ വനിതാ ലീഗിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പൗരത്വ ഭേദഗതി പ്രക്ഷോഭകാലത്ത് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, തമിഴ്നാട് വഖഫ് ബോർഡ്, മുസ്ലിം വുമൺ എയ്ഡ്സ് സൊസൈറ്റി അംഗം എന്നുള്ള നിലകളിലൊക്കെ പ്രവർത്തിച്ചിരുന്നയാളാണ്. ആരാണ് ജയന്തി രാജൻ എന്നതുകൂടി നോക്കാം. വയനാട് ഇരുളം സ്വദേശിയാണ്. പൂതാടി പഞ്ചായത്ത് അംഗമായിരുന്നു. പനമരം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. 2021 ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാക്കാൻ ലീഗ് ആലോചിച്ചിരുന്നു. ദളിത് ലീഗ് വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റാണ്. ദേശീയ വനിതാ ലീഗ് സെക്രട്ടറിയുമാണ്. പോഷക സംഘടനകളിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ലീഗ് നിർദ്ദേശിച്ചിരുന്നു. ഇതുപ്രകാരം ആദ്യം MSFലും മെയ് 1 മുതൽ യൂത്ത് ലീഗിലും നടപടികൾ ആരംഭിച്ചു. കമ്മിറ്റികളിൽ 20% വനിതാ സംവരണമാണ് നടപ്പിലാക്കിയത്. യൂത്ത് ലീഗിൽ നജ്മ തംഷീറയും ഫാത്തിമ തഹ്ലിയയും സഹഭാരവാഹികളായിരുന്നു. സനീഷ്, ഇങ്ങനെയാണ് ഈ വനിതാ പ്രാതിനിധ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. പക്ഷേ പൊതുവെ ലീഗിൻ്റെ ഇപ്പോൾ ദേശീയ തലത്തിലുള്ള ഒരു പ്രാതിനിധ്യം എന്നതിനെക്കുറിച്ചും ഒപ്പം ഈ വനിതാ പ്രാതിനിധ്യം എന്നത് ഒരു ഒരു പ്രതീകാത്മക പ്രാതിനിധ്യം എന്ന നിലയിലായി പോകുമോ എന്നത് സംബന്ധിച്ചും സനീഷിൻ്റെ ടേക്ക് എന്താണ്? അതായത് ഞാൻ ആദ്യം തന്നെ മുസ്ലിം ലീഗിനെ വലിയ തോതിൽ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം ചെയ്ത മുസ്ലിം ലീഗിനെ നമ്മൾ വളരെ വലിയ തോതിൽ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 2018 ജൂൺ 24 സൗദി രാജാവ് സൗദി അറേബ്യയിൽ ഡ്രൈവ് ചെയ്യാനുള്ള സ്ത്രീകളുടെ വിലക്ക് നീക്കിയത്. ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് സ്ത്രീകൾക്ക് ഡ്രൈവിങ്ങിന് വിലക്കുണ്ടായിരുന്ന ഒരേ ഒരു രാജ്യം സൗദിയായിരുന്നു. സൗദി 2018 ജൂൺ 24 സൗദി രാജാവായ സൽമാൻ ബിൻ അസീസ് ഈ വിലക്ക് നീക്കിയിട്ട് ഉത്തരവിറക്കി. ഇപ്പോൾ അവിടെയും ആളുകൾ വണ്ടി ഓടിക്കും. 2018 7 കൊല്ലവും കൂടി കഴിഞ്ഞിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ സമിതിയിലേക്ക് 2 വനിതകൾ വരുന്നത്. അതായത് സൗദി അറേബ്യയിൽ വനിതകൾ ഡ്രൈവർമാരായിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങിയതിന് ശേഷം പോലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ, പ്രത്യേകിച്ചും ഇതുപോലൊരു ഹിന്ദുത്വാനുകൂല രാഷ്ട്രീയ സാഹചര്യം കേന്ദ്രത്തിൽ വന്നപ്പോൾ 10 വർഷമായിട്ട് വന്നപ്പോൾ പ്രത്യേകമായ ശ്രദ്ധ വരുന്ന മുസ്ലിം ലീഗ് പോലെ വളരെ കേരളത്തിൻ്റെയൊക്കെ രാഷ്ട്രീയത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള നടപടികൾ ഏറ്റെടുത്ത വളരെ ഗംഭീരമായിട്ടുള്ള പാർട്ടിയുടെ ഒരു സമിതിയിൽ സ്ത്രീകളുണ്ടായിരുന്നില്ല എന്നത് യഥാർത്ഥത്തിൽ വളരെ അപമാനകരമായ കാര്യമാണ്. പക്ഷേ അത് അവർ തിരുത്തിയിരിക്കുന്നു എന്നത് ഈ ചരിത്ര സന്ദർഭത്തിൽ നമ്മളവരെ മുക്തകണ്ഠം ഞാൻ അഭിനന്ദിക്കുകയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഫാത്തിമ തഹ്ലിയ, നജ്മ തംഷീറ, നല്ല ഗംഭീരമായിട്ടുള്ള വനിതാ നേതാക്കൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈ പാർട്ടിക്കകത്തുണ്ട്.
അവർ പല വിഷയങ്ങളിലും നമ്മൾ ടെലിവിഷൻ ചാനലിലും മറ്റൊക്കെ അവർ സംസാരിക്കുന്നത് അവർക്ക് ചരിത്രത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. നമ്മുടെ രാജ്യത്തെ ചരിത്രത്തെക്കുറിച്ച്, നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാം, നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാനും അറിയാം. അപ്പോൾ അവരടക്കമുള്ള ആളുകൾ ഇനി ഇങ്ങോട്ട് വരട്ടെ. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു നിർത്താം. അതായത് ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ സമുദായത്തിനകത്ത് മുസ്ലിം ലീഗിനകത്ത് മുസ്ലിം സമുദായത്തിലുള്ള ആളുകളാണല്ലോ. ആ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായിട്ടുള്ള ആളുകളുടെ മക്കളൊക്കെ ഈ പെൺകുട്ടികളൊക്കെ നല്ല ഗംഭീരമായിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് പുതിയ തലമുറ അടിപൊളിയായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പോൾ അവരെ ഇനിയെങ്കിലും ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് അതിലേക്ക് എടുത്തിരിക്കുന്നത്. സ്റ്റേജിൽ എന്തിനാണോ പെണ്ണുങ്ങൾ എന്ന് ചോദിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടായിട്ട് പോലും ഇനി അവിടെ ആളുകളുടെ എണ്ണം കൂടാനാണ് സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന് ഈ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്ന ആൾ തന്നെയാണ് ഞാനും. പക്ഷേ അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു പ്രവൃത്തി അവർ നടത്തുന്നില്ല എന്നതുമാണ്. ഇപ്പം ദേശീയ തലത്തിൽ മുസ്ലിം ലീഗ് ആ നിലയ്ക്ക് എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ വളരെ കൃത്യമായ ഒരു പരിപാടിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവർത്തനമൊന്നും നടത്തുന്നില്ല. മാത്രമല്ല കേരളത്തിൽ നിന്നുള്ളവരാണ് മിക്കവാറും ഭാരവാഹികൾ. അങ്ങനെ ആകുന്നത് മോശമൊന്നുമല്ല. ഇപ്പം കേരളത്തിൽ CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയാണ്. പക്ഷേ MA ബേബി കേരളത്തിൽ നിന്നല്ല പ്രവർത്തിക്കുന്നത്, ഡൽഹി പോയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ KC വേണുഗോപാൽ AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം ഡൽഹിയിൽ പോയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ കുഞ്ഞാലിക്കുട്ടി ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, പുള്ളി മലപ്പുറത്ത് ഇരുന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് ലീഗിൻ്റെ യഥാർത്ഥ പ്രശ്നം. അതായത് ഇവർക്കൊരു ദേശീയ തലത്തിലൊരു പ്ലാൻ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു. ഇപ്പോൾ കഴിഞ്ഞ തവണ ഈ കോഴിക്കോട് വെച്ച് നടന്നിട്ടുള്ള ഒരു ദേശീയ എക്സിക്യൂട്ടീവ് നാഷണൽ സെക്രട്ടേറിയറ്റ് യോഗം കോഴിക്കോട് വെച്ച് ചേർന്നു. അന്ന് ഒരു ഖുർറം അനീസ് ഉമർ എന്ന് പറയുന്ന ഇവരുടെ ദേശീയ സെക്രട്ടറി പൊട്ടിക്കരഞ്ഞു. എന്താ കാരണം എന്നറിയാമോ? ഇവരുടെ വൈസ് പ്രസിഡന്റ് ഫോൺ എടുക്കുന്നില്ല എപ്പോൾ വിളിച്ചാലും. വൈസ് പ്രസിഡന്റ് ആരാണ്? നമ്മുടെ ഇദ്ദേഹം എന്താണ് നമ്മുടെ മുൻ MP ഉണ്ടല്ലോ, സമദാനി ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ വേദനയ്ക്ക് കാരണം. ആ നിലയ്ക്കാണ് ദേശീയ തലത്തിൽ ഈ പാർട്ടിയുടെ പ്രവർത്തനത്തെ അവർ തന്നെ കാണുന്നത്. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ആ പ്രശ്നമൊക്കെ ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ എന്തായാലും വനിതാ പ്രാതിനിധ്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതൊരു പ്രതീകാത്മക പ്രാതിനിധ്യം ആവാതിരിക്കട്ടെ. അതെ, ജയന്തി രാജൻ എന്നുള്ള ഒരാളെ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് ഇട്ടുകൂടി ചെയ്തു എന്നതുകൂടെ. തീർച്ചയായും കേരളത്തിൻ്റെ മതേതര ജനാധിപത്യ സന്തുലിതാവസ്ഥ നിലനിർത്തിയതിൽ ഇക്കാലം എത്രയും മുസ്ലിം ലീഗിൻ്റെ പങ്ക് വലുതാണ്. രാജ്യത്ത് കഴിഞ്ഞ 77 വർഷമായി സജീവമായി നിൽക്കുന്ന ലീഗിലെ മാറ്റം കാലം ആവശ്യപ്പെടുന്നതാണ്, അനിവാര്യമാണ്. അത് കുറെ കൂടി നേരത്തെ ആകണമെന്നായിരുന്നു RDXന്റെ പക്ഷം. ആദ്യമായി വനിതകളെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ ലീഗ് തീരുമാനിച്ചപ്പോൾ അതിന് തെരഞ്ഞെടുത്തത് ആ പേരുകൾ തീരുമാനത്തിന്റെ മാറ്റുകൂട്ടുന്നു. കേരളത്തിലെ ദളിത് വനിതാ ലീഗിന്റെ അധ്യക്ഷയായ ജയന്തി രാജനും ഒപ്പം ദേശീയ തലത്തിൽ പൗരത്വ പ്രക്ഷോഭത്തിന് അടക്കം നേതൃത്വം നൽകിയ ഫാത്തിമ മുസഫറും. ഈ പോസിറ്റീവായ തീരുമാനം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും വേരുകളിലൂടെ ആഴ്ന്ന് ഇറങ്ങട്ടെ എന്ന് RDX ആശംസിക്കുന്നു. സ്ത്രീകളെ അവഗണിച്ചുകൊണ്ട് ആർക്കും ഒന്നിനും പുരോഗതി ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് സമൂഹത്തിന് നൽകാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഈ തീരുമാനത്തിലൂടെ, ഈ നീക്കത്തിലൂടെ സാധിക്കട്ടെ എന്നും RDX പ്രത്യാശിക്കുന്നു.